ഹലോ ഗൈസ്, ഞാൻ അൽജോ ഏലിസ് ആൻഡ് ജോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. 2 ആഴ്ച മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ലക്സംബർഗിലെ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ആർക്കൊക്കെ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാമെന്നും അവിടെയുള്ള ഓരോ ജോലിയുടെയും സാലറി എന്താണെന്നും അത് ബോത്ത് സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ജോലികളുടെ സാലറി എന്താണെന്നും എക്സ്പെൻസ് എന്താണെന്നും ടാക്സസ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ലാസ്റ്റ് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെ നമുക്കൊരു ജോലി ലക്സംബർഗിൽ കണ്ടെത്താം, അതിനെക്കുറിച്ചുള്ള ബാക്കി പ്രോസസ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുള്ളത്. സോ ആ വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഒരു കാര്യം ആക്ച്വലി പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് ആക്ച്വലി ഈ വീഡിയോയും ഒരു വീഡിയോ ഇതിന് പുറമെ ഒരു അഡീഷണൽ ഒരു വീഡിയോയും കൂടെ ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറയാൻ പോകുന്നത് അൺസ്കിൽഡ് കാറ്റഗറിയിലുള്ള വെയർ ഹൗസുകളിൽ എങ്ങനെ നമുക്കൊരു ജോലി കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ലക്സംബർഗിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏതാണ്, ഏതൊക്കെ ഫീൽഡിലാണ് വെയർ ഹൗസിൽ ജോലി വരുന്നത്, അവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി എന്തായിരിക്കും, അതേപോലെ തന്നെ അവിടെ വരുന്ന ടാക്സേഷൻ എത്രയായിരിക്കും, അതേപോലെ തന്നെ എങ്ങനെ ഈ ജോലി കണ്ടെത്താം, എങ്ങനെ അപ്ലൈ ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതേപോലെ തന്നെ നിങ്ങൾ ഹയർ ചെയ്യാൻ സാധ്യതയുള്ള കമ്പനികളുടെ ലിസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും. സോ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് അധികം താമസിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോകാം. അപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ വീണ്ടും പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി നമ്മളെ അറിയിക്കാവുന്നതാണ്. സോ അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോവാം. അപ്പം വെയർ ഹൗസുകളിലെ ജോലിയുടെ പ്രത്യേകത എന്താ? വെയർ ഹൗസ് എന്ന് പറയുന്ന ആക്ച്വലി നമ്മളൊരു വലിയ ഗോഡൗൺ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ആമസോണൊക്കെ അറിയാം. ആമസോണിൻ്റെയൊക്കെ വെയർ ഹൗസുകളിൽ ലാർജ് സ്കെയിലിൽ അവർക്ക് ഓരോ പ്രോഡക്റ്റ്സ് കാണും. സോ ഇതെല്ലാം പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക, ഷിപ്പിംഗ് വരുന്ന സമയത്ത് ഇത് പ്രോപ്പറായിട്ട് പാക്ക് ചെയ്ത് ഷിപ്പ് ചെയ്യുക, ഇതിൻ്റെ ബാക്കി ഇങ്ങോട്ടുള്ള അവർക്ക് ഓർഡർ വരുന്ന സമയത്ത്, അതായത് വെയർ ഹൗസുകളിലേക്ക് പ്രോഡക്റ്റ് പല സ്ഥലത്ത് നിന്ന് വെൻഡേഴ്സിൽ നിന്ന് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സോ ഇത് വരുമ്പോൾ അത് മാനേജ് ചെയ്യുക, ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സിസ്റ്റത്തെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു വെയർ ഹൗസിൽ നടക്കുന്നതായിട്ടുള്ള എല്ലാ ടാസ്കുകളും മാനേജ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ വെയർ ഹൗസ് ജോബ് അല്ലെങ്കിൽ വെയർ ഹൗസിലെ ജോലികൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ജോലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന് വലിയ ഓവറായിട്ടുള്ള ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് റിക്വയർമെൻറ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇംഗ്ലീഷ്, അതായത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും സംസാരിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ഉണ്ടാവണമെന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഇതിന് വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും പറയുന്നില്ല. സാധാ വെയർ ഹൗസിലെ ജോലികളാണെങ്കിൽ വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും വേണ്ട. പക്ഷേ ഇച്ചിരി കൂടിയ മാനേജർ ലെവലിലേക്കൊക്കെ പോകുമ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയുടെ ആവശ്യം വരും. യൂറോപ്പിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനം അൺസ്കിൽഡ് ജോലി നോക്കുന്ന ആളുകൾ നോക്കുന്ന ഒരു മേഖലയാണ് ഈ പറഞ്ഞ കെയർ ഹോമുകളിലും അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ വെയർ ഹൗസുകളിലെ ജോലികളും. ഹൗസിൽ വരുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് 44,602 യൂറോയാണ്. ഇവിടെ ഈ പറയുന്ന ഓരോ സാലറികളും ആവറേജ് സാലറികളാണ്. ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനുള്ള സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ കുറേ ആളുകൾ അവിടുത്തെ ഇൻകവും എക്സ്പെൻസസും കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അൺസ്കിൽഡ് കാറ്റഗറിയിലുള്ള ഇൻകവും അതേപോലെ തന്നെ അവിടെ നിന്ന് കിട്ടുന്ന എക്സ്പെൻസസും കൂടെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പൈസ കൊണ്ടുവരണമെന്നൊക്കെ പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, സ്കിൽഡ് കാറ്റഗറിയിൽ നമ്മുടെ ലക്സംബർഗിൽ സ്കിൽഡ് കാറ്റഗറിയിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് നല്ല ഹൈ പേയിങ് ആയിട്ടുള്ള സാലറികൾ കാണും. സോ അവർ ജീവിക്കുന്നത് പോലെ ഒരു ജീവിതമായിരിക്കത്തില്ല അൺസ്കിൽഡ് കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ജീവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ നോക്കുക, ഇപ്പോൾ ഒരു ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹൈ സാലറി മേടിക്കുന്ന ഒരാൾ ജീവിക്കുന്നത് പോലെയല്ല ഒരു സാധാ അൺസ്കിൽഡ് കാറ്റഗറിയിലുള്ള എന്തെങ്കിലും ഒരു സാധാ ജോലി ചെയ്യുന്ന ഒരാൾ ജീവിക്കുന്നത്. രണ്ടുപേരുടെയും ജീവിതത്തിലെ ചെലവുകൾ വേറെയാണ്, രണ്ടുപേരുടെയും ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ വേറെയാണ്, കാര്യങ്ങളും കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഇതെല്ലാ രാജ്യത്തും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും പാവപ്പെട്ടവനും പണക്കാരനും ഉണ്ട്. ഇപ്പം കാശുള്ള ഒരാൾ, ഇപ്പം നല്ല ക്യാഷുള്ള ഒരു ബിസിനസ്സുകാരൻ ജീവിക്കുന്നത് പോലെ അല്ല ഒരു ജോലിക്കാരൻ ജീവിക്കുന്നത്. ഇനി ഒരു ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുന്ന ഒരാൾ ജീവിക്കുന്നത് പോലെയല്ല ഒരു സാധാ ജോലി ചെയ്യുന്ന ഒരാൾ ജീവിക്കുന്നത്. ഇവർക്ക് കിട്ടുന്ന ഇൻകത്തിനനുസരിച്ച് അവരുടെ ചിലവ് ചുരുക്കി ജീവിക്കും. അതേപോലെ തന്നെ സിറ്റി സെൻറ്ററിൽ ജീവിക്കുന്ന ആളുകൾക്ക് വരുന്ന ചിലവൊന്നും ഇച്ചിരി റിമോട്ടായിട്ടുള്ള പ്ലേസസിലേക്ക് മാറി താമസിക്കുന്ന ആളുകൾക്ക് വരത്തില്ല. പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഈ പോകുന്ന ആളുകളെല്ലാം കൂടെ അവരുടെ പാർട്ട്ണറെയും കൂടെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. സ്വാഭാവികമായിട്ടും അൺസ്കിൽഡ് കാറ്റഗറി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും അപ്പോൾ ഇവരുടെ പാർട്ട്ണറിന് അത്യാവശ്യം നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്കും വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ ലഭിക്കും. അങ്ങനെ വന്നു കഴിയുമ്പം ഫാമിലിയായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് 2 പേർക്കും സാലറി കിട്ടുമ്പോൾ അവരുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്ത് പോകാൻ പറ്റും. സോ നിങ്ങളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക, 2 പേര് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ
ഒരാൾക്ക് കിട്ടുന്ന സാലറി സേവ് ചെയ്യാനും ഒരാൾക്ക് കിട്ടുന്ന സാലറി എക്സ്പെൻസിലേക്ക് പോകുന്ന പോലെയും മാനേജ് ചെയ്യാൻ പറ്റും. ഇനി ഇൻഡിവിജ്വലായിട്ട് താമസിക്കുന്ന ഒരാൾക്കാണെങ്കിൽ പോലും അവർക്കും തുടക്കത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ ആവറേജ് സാലറിയാണ് പറഞ്ഞേക്കുന്നത്. അവർക്ക് എക്സ്പീരിയൻസും അതേപോലെ തന്നെ അവരുടെ ഏജും കൂടുന്നതനുസരിച്ച് അവരുടെ സാലറി റേഞ്ചസ് മാറും. നിങ്ങളൊരു അൺസ്കിൽഡ് ജോലി നോക്കുന്ന ഒരു അഡൾട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ 2570 യൂറോ ആയിരിക്കും നിങ്ങൾക്ക് ഒരു മന്ത്ലി കിട്ടുന്ന മിനിമം സാലറി എന്ന് പറയുന്നത്. 2570 യൂറോ എങ്കിലും നിങ്ങൾക്ക് മന്ത്ലി ഒരു അൺസ്കിൽഡ് ജോലി ചെയ്യുന്ന ഒരു അഡൾട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങോട്ട് കൂടാനുള്ള ചാൻസസും ഉണ്ട്. ഇൻഡി കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേനും 3085 യൂറോ എന്നുള്ള രീതിയിലേക്ക് 2570 നിന്ന് സ്കിൽഡ് കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേനും 3087 യൂറോയിലേക്ക് ഒരു മിനിമം സാലറിയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം വരാം. സോ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളൊരു IT ഫീൽഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കിൽഡ് കാറ്റഗറിയിലോ ഒക്കെ ജോലി നോക്കി പോകുന്ന ആളുകൾക്ക് 3087 യൂറോ മിനിമം സാലറി ആയിട്ട് മന്ത്ലി നമുക്കൊരു ആവറേജ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി നമുക്ക് ടാക്സിൻ്റെ സൈഡിലേക്ക് വരാം. ഇവിടെ വരുന്ന ഒരു ആവറേജ് ടാക്സേഷൻ എന്ന് പറയുന്നത് 33%. ലക്സംബർഗിലെ നോർമൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 8% തൊട്ട് 42% വരെയാണ്. ഇത് വേരിയിങ് ആണ്. ഓരോരുത്തരുടെയും ടാക്സ് എങ്ങനെയാണെന്നുള്ളത് അവരുടെ ടാക്സ് സ്ലാബ് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഇന്ത്യ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം 5 ലക്ഷത്തിന് മുകളിലേക്കുള്ള ആൾക്കുള്ള ടാക്സേഷൻ ആയിരിക്കത്തില്ല 10 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ആൾക്ക് വരുന്നത്. സോ ഇങ്ങനെ ഓരോ ടാക്സ് ബ്രാക്കറ്റ് തിരിച്ചിട്ട് അതനുസരിച്ചിട്ടുള്ള ടാക്സ് പെർസെൻറ്റേജസ് ആണ് ഓരോ സാലറിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 8% തൊട്ട് 42% വരെയാണ് ടാക്സേഷൻ വരുന്നത്. ഒരു ആവറേജ് പറയുമ്പോൾ നമുക്കൊരു 33% ടാക്സേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. 44,062 യൂറോ മേടിക്കുന്ന ഒരു വെയർഹൗസ് ജോലിക്കാരൻ്റെ കേസിൽ വരുമ്പോൾ ഇത് 28% ആയിരിക്കാം അവർക്ക് വരുന്ന ടാക്സേഷൻ. ഇത് ഈ 44,062 യൂറോയ്ക്കും ഫ്ലാറ്റ് ആയിട്ട് വരുന്ന റേറ്റ് അല്ല. ടാക്സ് സ്ലാബ് അനുസരിച്ചിട്ട് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഇതാണ് ഇവിടുത്തെ ഒരു ടാക്സേഷൻ. ഒരു വെയർഹൗസിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് വരുന്ന ടാക്സേഷൻ. കോസ്റ്റ് ഓഫ് ലിവിങ്ങിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേന് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആവറേജ് വരുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് നിങ്ങൾ സിംഗിളായിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ലക്സംബർഗിൽ 3210 യൂറോ ആയിരിക്കും നിങ്ങളുടെ ആവറേജ് എക്സ്പെൻസ്. അതേസമയം നിങ്ങൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് 6000 യൂറോ ആയിരിക്കും മന്ത്ലി വരുന്നത്. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ വരവിനേക്കാൾ കൂടുതൽ ചിലവാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി കുറച്ചും അതേപോലെ തന്നെ നിങ്ങളുടെ എക്സ്പെൻസ് കൂടുതലുമാണെങ്കിൽ അതനുസരിച്ച് ഡെഫിനറ്റ്ലി നിങ്ങൾ മാനേജ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നോക്കേണ്ടതായിട്ട് വരും. നമ്മൾ ലക്സംബർഗിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാലറി കൂടുതലാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവിടുത്തെ എക്സ്പെൻസസും കൂടുതലാണ്. നിങ്ങളൊരു വീട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിലവ് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രോസറീസ് വാങ്ങുമ്പോൾ ചിലവ് കൂടുതലായിരിക്കും. റെൻറ്റിന് നിൽക്കുന്ന ആളുകൾക്ക് അതിന് ചിലവ് കൂടുതലായിരിക്കും. സോ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് സാലറി കൂടുന്നതനുസരിച്ച് അതനുസരിച്ചിട്ടുള്ള ഒരു എക്സ്പെൻസ് വൈസിനും കൂടുതലായിരിക്കും. ഇപ്പം നിങ്ങൾ മറ്റൊരു കൺട്രി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഫ്രാൻസോ നെതർലൻഡോ ഇങ്ങനെയുള്ള UK ഇങ്ങനെയുള്ള മറ്റേതൊരു രാജ്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടത്തേക്കാളെല്ലാം വളരെ കൂടുതലായിട്ടുള്ള ഒരു എക്സ്പെൻസ് ലക്സംബർഗിൻ്റെ കേസിലുണ്ട്. അതേപോലെ തന്നെ ലക്സംബർഗ് ഒരു കുഞ്ഞു രാജ്യമാണ്. അപ്പോൾ ഈ കുഞ്ഞു രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ താമസിക്കുന്ന ആളുകളുടെ എണ്ണവും അതനുസരിച്ച് കുറവാണ്. അതേപോലെ തന്നെ അവിടെ ജോലി കിട്ടാനുള്ള മേഖലകളുടെ എണ്ണവും ഒത്തിരി ഇല്ല. മെയിനായിട്ട് ലക്സംബർഗിലുള്ള കോറായിട്ടുള്ള ചില ഏരിയാസ് എന്ന് പറയുന്നത് ഫിനാൻസ് സെക്ടർ, അതേപോലെ തന്നെ IT സെക്ടർ, ഇങ്ങനെയുള്ള ടെക്നോളജി, ഫിനാൻഷ്യൽ അങ്ങനെയുള്ള മേഖലകളിലാണ് കൂടുതലും ജോലി കിട്ടാനുള്ള സാധ്യതയുള്ളത്. അൺസ്കിൽഡ് കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേന് അൺസ്കിൽഡ് കാറ്റഗറി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. നിങ്ങളുടെ അടുത്ത് പല ഏജൻസികളും നിങ്ങളെ സമീപിക്കാം. നിങ്ങൾക്ക് ലക്സംബർഗിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് ലക്സംബർഗിലേക്ക് ഞങ്ങൾ ഓപ്പർച്യൂണിറ്റി തരാമെന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. മോസ്റ്റ് ഓഫ് ദ കേസസിലും മോസ്റ്റ് ഓഫ് ദ ഏജൻസീസും ലക്സംബർഗിൻ്റെ കേസിൽ പറയുന്നത് ഫേക്ക് ആവാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. അപ്പോൾ ലക്സംബർഗിൻ്റെ കേസിൽ നിങ്ങളോട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസി പറയുക ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ തന്നാൽ ഞങ്ങൾ ലക്സംബർഗിൽ ഒരു ഓപ്പർച്യൂണിറ്റി അൺസ്കിൽഡ് കാറ്റഗറി വാങ്ങി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ അത് വേണ്ട രീതിയിൽ അന്വേഷിക്കണം. എന്നാൽ ലക്സംബർഗിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാകും. ലക്സംബർഗിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഒരു ഏജൻസി ഒന്നും ഏൽപ്പിച്ചിട്ടില്ല ഇവിടെ ഒരു ജോലിയും കൊടുക്കാൻ വേണ്ടി എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അമളികളിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള അബദ്ധത്തിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി സ്കിൽഡ് കാറ്റഗറിയിലാണെങ്കിൽ ജോലി കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഏജൻസിയുടെ സഹായമില്ലാതെ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ ഇനി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ജോലി കിട്ടാൻ സാധ്യതയുള്ള 1-2 മാർഗ്ഗങ്ങൾ എന്താണെന്ന് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അത് എപ്പോഴും ശ്രദ്ധിച്ച് ആ രീതിയിൽ മാത്രം അല്ലെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് അനലൈസ് ചെയ്ത ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നും പറഞ്ഞ് ഓടിപ്പാഞ്ഞ് അതിനുവേണ്ടി പൈസ കൊടുക്കാനോ അതിൻ്റെ പുറകെ പോകാനോ ശ്രമിക്കാതിരിക്കുക. സോ അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കണം. ഒരു ഏജൻസികളും നമ്മൾ ലക്സംബർഗിൻ്റെ കേസിൽ പറയുന്നത് ഒരു 99% ഫേക്ക് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നും പറഞ്ഞ് ജെനുവിൻ ആയിട്ടുള്ളത് ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസിൽ ഇത് ഫേക്ക് ആവാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. കഴിഞ്ഞ വീഡിയോസിലാണെങ്കിൽ ഏജൻസി ഏതെങ്കിലും സജസ്റ്റ്
സജസ്റ്റ് ചെയ്യാമെന്നൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഏജൻസിയെ സജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം ഇതാ, ജെനുവിൻ ആയിട്ടുള്ള ഒരു ഏജൻസി നമുക്ക് എങ്ങനെ കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റും? നമുക്ക് ഒരിക്കലും അത് ജെനുവിൻ ആണോ അല്ലയോ എന്ന് പറയാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ആർക്കും ഒരു ഏജൻസി നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത്, നിങ്ങൾ വെയർ ഹൗസിൽ എന്തൊക്കെ ജോലിയായിരിക്കാം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്, അതിന് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്തായിരിക്കും, നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്ന എന്തൊക്കെയാണ് നിങ്ങളുടെ ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്നത്. വീണ്ടും പറയുവാണ്, സാലറി നമ്മൾ ആവറേജ് സാലറിയാണ് പറയുന്നത്. നിങ്ങളുടെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും അനുസരിച്ച് മാറും. അതേപോലെ തന്നെ സാലറി കുറവുള്ള ആൾക്കാർക്ക് എക്സ്പെൻസ് അതനുസരിച്ച് അവർ ചുരുക്കിയായിരിക്കും ജീവിക്കുന്നത്. അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ബാക്കിയുള്ള സെക്ഷനിലേക്ക് പോവുക. അപ്പം നമുക്ക് ഫസ്റ്റ് വരുന്ന ജോലി എന്ന് പറയുന്നത് വെയർ ഹൗസ് ഓപ്പറേറ്റീവ് ആണ്, ഫസ്റ്റ് ജോബ് കാറ്റഗറി. അതിന് വരുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് 2200 യൂറോ തൊട്ട് 2500 യൂറോ വരെ ആയിരിക്കും പെർ മന്ത്. അപ്പോൾ ഈ ജോലിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെയർ ഹൗസിലുള്ള ജനറൽ ടാസ്ക്, ഈ പാക്കിങ്, സോർട്ടിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഒരു വെയർ ഹൗസ് ഓപ്പറേറ്റീവിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ജോബാണ് ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇവരുടെ സാലറി എന്ന് പറയുന്നത് 2300 തൊട്ട് 2600 യൂറോ വരെ ആയിരിക്കും പെർ മന്ത് വരുന്നത്. ഇവരുടെ ഒരു ജോലിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോർക്ക് ലിഫ്റ്റ് യൂസ് ചെയ്ത് ഹെവി ആയിട്ടുള്ള ഗുഡ്സൊക്കെ എടുത്ത് മാറ്റാനും മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാനൊക്കെയുള്ള ഒരു ജോബായിരിക്കും ഇവർക്ക് വരുന്നത്. അടുത്തായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ജോബ്സാണ് ഇൻവെൻട്രി മാനേജേഴ്സ്. ഇവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ആവറേജ് ഒരു 3500 യൂറോ തൊട്ട് 4200 യൂറോ വരെ ആയിരിക്കും. ഇവരുടെ ജോലി എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് ലെവലുകൾ മാനേജ് ചെയ്യുക, അതേപോലെ തന്നെ ഓർഡറും സപ്ലൈസും ഒക്കെ വരുന്നതിനെ ഹാൻഡിൽ ചെയ്യുക, അതേപോലെ തന്നെ മൊത്തത്തിലുള്ള ഇൻവെൻട്രിയുടെ കൺട്രോൾ നോക്കി നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഇൻവെൻട്രി മാനേജേഴ്സിന് വരുന്ന ജോബ്സ്. അപ്പോൾ ഇനി അടുത്തായിട്ട് വരുന്നൊരു ജോലിയാണ് ഷിപ്പിംഗ് ആൻഡ് റിസീവിംഗ് ക്ലർക്ക്. ഇവരുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 2200 യൂറോ തൊട്ട് 2700 യൂറോ വരെ ആയിരിക്കും. ഇവരുടെ ഒരു ജോലിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് ഷിപ്മെൻറ്റ്സ്, അതായത് ഷിപ്മെൻറ്റ്സിനെ ഹാൻഡിൽ ചെയ്യുക, അത് നമ്മുടെ വെയർ ഹൗസിലേക്ക് വരുന്നതും അതേപോലെ തന്നെ വെയർ ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതുമായിട്ടുള്ള ഷിപ്മെൻറ്റ്സിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു ജോലി. അതേപോലെ തന്നെ ഷിപ്പിംഗ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഡോക്യുമെൻറ്റ്സും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ജോലി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ജോലിയാണ് വെയർ ഹൗസ് സൂപ്പർവൈസർ. ഇവരുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 3000 തൊട്ട് 3800 യൂറോ വരെ ആയിരിക്കും. അതേപോലെ തന്നെ ഇവരുടെ ഒരു ജോലിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെയിലിയുള്ള വെയർ ഹൗസിലെ ഓപ്പറേഷൻസിനെ മാനേജ് ചെയ്യുക, സ്റ്റാഫിനെ മാനേജ് ചെയ്യുക, അതേപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ഫ്ലോസ് നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വെയർ ഹൗസ് സൂപ്പർവൈസറിൻ്റെ ജോലി. ഇനി അടുത്തായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ജോലിയാണ് ലോജിസ്റ്റിക് കോർഡിനേറ്റർ. സോ ഇവരുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 3000 തൊട്ട് 3500 യൂറോസ് വരെ ആയിരിക്കും. ജോലിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡെലിവറി ഷെഡ്യൂൾസ് ഒക്കെ മാനേജ് ചെയ്യുക, ഒപ്റ്റിമൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർമാർ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ജോലിയാണ് വെയർ ഹൗസ് മാനേജർ. ഇവരുടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000 തൊട്ട് 5000 യൂറോ വരെ ആയിരിക്കും. ഇവർ ആ വെയർ ഹൗസിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം. മാനേജിങ് ഓൾ ആസ്പെക്ട്സ് ഓഫ് വെയർ ഹൗസ് ഓപ്പറേഷൻസ് ഇൻക്ലൂഡിങ് സ്റ്റാഫ് മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി കൺട്രോൾ ആൻഡ് ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും വെയർ ഹൗസ് മാനേജേഴ്സ്. ഇവരുടെ സാലറി ആവറേജ് വരുന്നത് 4000 തൊട്ട് 5000 യൂറോ വരെ ആയിരിക്കും. ഇനി അടുത്തായിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ജോലിയാണ് ഓർഡർ പിക്കർ. ഓർഡർ പിക്കറിന് വരുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് 2200 തൊട്ട് 2500 യൂറോ വരെ ആയിരിക്കും. ഇവരുടെ ജോലിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാക്കിങ്, അതേപോലെ തന്നെ ഓർഡർ പിക്ക് ചെയ്യുക, ഷിപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്ന ആളുകളായിരിക്കും ഓർഡർ പിക്കർ. ഇനി അടുത്തായിട്ട് വരുന്ന ഒരു ടൈപ്പാണ് വെയർ ഹൗസ് അസിസ്റ്റൻറ്റ്. ഇവരുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 2200 തൊട്ട് 2400 യൂറോ വരെ ആയിരിക്കും. വെയർ ഹൗസിലുള്ള സോർട്ടിങ്, അതേപോലെ തന്നെ പ്രോഡക്റ്റ് ഓർഗനൈസേഷൻ, അൺലോഡിങ്, വരുന്ന ലോഡ് അൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളുകളായിരിക്കും വെയർ ഹൗസ് അസിസ്റ്റൻസിൻ്റെ ജോലി. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ജോലിയാണ് മെയിൻ്റനൻസ് ടെക്നീഷ്യൻസ്. ഇവരുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 2800 തൊട്ട് 3300 യൂറോ വരെ ആയിരിക്കും മന്ത്ലി. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെയർ ഹൗസിൽ ഇപ്പം പലതരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അതിന് ചിലപ്പം തേയ്മാനവും കേടുപാടുകളും ഒക്കെ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുക, മെയിൻ്റനൻസ് നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ്റനൻസ് ടെക്നീഷ്യന്മാർ ചെയ്യുന്നത്. അപ്പോൾ വെയർ ഹൗസിലേക്ക് നോക്കുമ്പോൾ അവിടെ വരുന്ന കുറച്ച് ജോലി സാധ്യതകളും അതിന് കിട്ടുന്ന ആവറേജ് സാലറികളുമാണ് നമ്മളിപ്പം ഇവിടെ പറഞ്ഞത്. ഇത്രയും നേരം നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ആ സെക്ഷനിലേക്ക് വരാം. ഏതൊക്കെ കമ്പനികളാണ് ലക്സംബർഗിൽ വെയർ ഹൗസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊക്കെ കമ്പനികളാണ് ഉള്ളതെന്ന് നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പം നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇത്രയും കമ്പനീസിലായിരിക്കും നിങ്ങൾ മെയിനായിട്ടും വെയർ ഹൗസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലികളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ലക്സംബർഗിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കമ്പനികൾ. ഇതിന് പുറമെ ചെറിയ ചെറിയ മറ്റ് കമ്പനികളും ഉണ്ടാവാം. സോ ഇപ്പം നമ്മൾ കാണിക്കുന്ന മേജറായിട്ടുള്ള ബിഗ് കമ്പനീസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ ഈ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആമസോൺ, അതേപോലെ തന്നെ കാർഗോലെക്സ്, DHL, അതേപോലെ തന്നെ നമുക്ക് വരുന്ന UPS, ഇങ്ങനെയുള്ള കുറേ കമ്പനികൾ
ഇവരൊക്കെയാണ് മേജറായിട്ടുള്ള ജോലി പ്രൊവൈഡ് ചെയ്യുന്ന കുറേ വെയർഹൗസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കമ്പനീസ്. എങ്ങനെ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പല മാർഗ്ഗങ്ങൾ അവൈലബിൾ ആണ്. ഇതിന് പല പോർട്ടലുകൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കമ്പനികളുടെ വെബ്സൈറ്റ് തന്നെ അവൈലബിൾ ആണ്. ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മെത്തേഡാണ് ലിങ്ക്ഡിൻ. ലിങ്ക്ഡിൻ പ്രൊഫൈലുകൾ നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ അങ്ങനെയുള്ള ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് അതിനുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ കാര്യത്തിൽ ഒരു നല്ല ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കുകയും ഈ പറഞ്ഞ കമ്പനികളിലെ HR-മാരുമായിട്ടൊരു കണക്ഷൻ റിക്വസ്റ്റ് അയച്ചൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുകയും അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ ലിങ്ക്ഡിനിൽ ഈ കമ്പനികളൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു പർട്ടിക്കുലർ ജോലിക്ക് വേണ്ടി ഒരു റെഫറൽ ചോദിക്കുകയും നമുക്ക് ആ ജോലിയിലേക്ക് എത്തിപ്പെടാനും പറ്റുന്നതാണ്. സോ ഇതാണ് ഒരു പ്രൈമറി മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വിദേശത്തൊരു ജോലി കണ്ടെത്തണമെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ലിങ്ക്ഡിൻ ത്രൂ ഉള്ള ജോബ് സെർച്ച്. ഇനി അവിടെ ശ്രദ്ധിക്കണം, ഈ ലിങ്ക്ഡിനിലാണെങ്കിൽ പോലും പല ഏജൻസികളൊക്കെ വന്നിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നും പറഞ്ഞിടും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഡയറക്റ്റ് ആ കമ്പനിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പേജിലാണോ ഇത് വരുന്നതെന്ന് വെരിഫൈ ചെയ്യുക. ഏജൻസികളാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അതിനകത്തേക്ക് ഇറങ്ങാവുള്ളൂ. ഫേക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. എപ്പോഴും നിങ്ങൾ കമ്പനിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പേജിൽ മാത്രം വരുന്ന ജോബ് പോസ്റ്റിങ്ങിന് വേണ്ടി അവിടെയുള്ള നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന HR-മാരെ കണക്ഷൻ റിക്വസ്റ്റ് അയച്ച് അവിടെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് ഒരു റെഫറൽ ചോദിച്ച് നമുക്ക് ആ ഒരു രീതി ജോലി കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. നമുക്കൊരു ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് പുറകെ നമ്മൾ ഒരു പൈസയും മുടക്കി അതിനുവേണ്ടി നമ്മളെ ഹയർ ചെയ്യുന്നതിന് ഈ കമ്പനിക്കൊന്നും പൈസ കൊടുക്കണ്ട. അവരുടെ ആവശ്യമാണ് നമ്മളെ ജോലിക്ക് എടുക്കുക, അങ്ങോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ അവർ നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും ഈടാക്കത്തില്ല. നമ്മൾ ഈവൻ പോകുന്ന ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ്സും നമ്മുടെ അക്കോമഡേഷൻ സഹിതം എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ വരെയുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് മുന്നോട്ട് പോകുക. ഇനി ലിങ്ക്ഡിൻ അല്ലാതെ കുറേ വേറെ വെബ്സൈറ്റും കൂടെ ഉണ്ട് ജോലി കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്നത്. അതിപ്പോൾ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഈ വെബ്സൈറ്റുകൾ ത്രൂ നമുക്ക് ജോലി കണ്ടെത്താനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ആ കൂട്ടത്തിലുള്ള ചില മെയിൻ ആയിട്ടുള്ള പോർട്ടൽസാണ് job.lu, മൂവി ജോബ്, ഇൻഡീഡ് ലക്സംബർഗ്, മോൺസ്റ്റർ ലക്സംബർഗ്, ലിങ്ക്ഡിൻ, അതേപോലെ തന്നെ ജോബ് ഫൈൻഡർ.lu, jobs.lu, ലക്സംബർഗ് പബ്ലിക് എംപ്ലോയ്മെൻറ്റ് സർവീസ് എന്ന് പറഞ്ഞ് ADEM എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. സോ ഈ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ലക്സംബർഗിൽ അവൈലബിൾ ആയിട്ടുള്ള ജോലികൾ പോസ്റ്റിംഗ് ഉണ്ടാവും. സോ ഇത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് ലക്സംബർഗിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ കമ്പനികളാണ് ജോലി പ്രൊവൈഡ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അങ്ങോട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി പ്രോസസ്സ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ കമൻറ്റ് ബോക്സ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടിയോ ഒക്കെ നമ്മളോട് ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്തു തരാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയോ ഒക്കെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതേപോലെ തന്നെ സ്കിൽഡ് കാറ്റഗറിയിലുള്ള, അതായത് നേഴ്സസിനും അതേപോലെ തന്നെ മറ്റ് മേഖലകളിലുള്ള സ്കിൽഡ് കാറ്റഗറിയിലുള്ള ജോബിനും എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് അധികം താമസിക്കാതെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏജൻസികളെ സമീപിക്കുമ്പം ജെനുവിൻ ആയിട്ടുള്ള ഏജൻസികളാണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഏതെങ്കിലും ഏജൻസികൾ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി അത് ക്രോസ് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തി ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ആളുടെ സഹായം തേടിയിട്ട്, അതായത് ഇതിനൊക്കെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുടെ സഹായം കൂടെ തേടിയതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള ഏജൻസികൾക്ക് പൈസ കൊടുക്കാനും മുന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാതെ ചുമ്മാ ആരെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി പറഞ്ഞു ഇത്ര ലക്ഷം കൊടുത്താൽ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിക്കാതെ അതൊക്കെ ഉറപ്പ് വരുത്തി വ്യക്തമായി ലൈസൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ചെക്ക് ചെയ്ത ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ.